ഫ്രീ ഫയറിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷേ ഈ ക്യാരക്ടർ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആണ്. ഈ ക്യാരക്ടർ നല്ല പവർഫുള്ളുമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ഇതിട്ട് കളിക്കുന്നത്. സോ ഞാൻ പറയും, നിങ്ങൾ ഏത് ക്യാരക്ടർ സ്കിൽ കോംബോ ഇട്ടാലും അതിൽ ഈ ക്യാരക്ടറിനെ വെക്കണമെന്ന്. മാത്രമല്ല ഇതൊരു പാസീവ് ക്യാരക്ടർ കൂടിയാണ്. സോ ആ ക്യാരക്ടറാണ് ജോസഫ്. അതെ ഗൈസ്, ഇതൊരു കംപ്ലീറ്റ്ലി ഒരു പാസീവ് ക്യാരക്ടറാണ്. അതായത് നിങ്ങൾ അലോക്കിനെ സ്കിൽ ആക്റ്റീവ് ചെയ്യുന്നത് പോലെ ബട്ടൺ വെക്കേണ്ട. അല്ല, അപ്പോൾ സ്കിൽ എന്താ? ഞാൻ പറഞ്ഞു തരാം. സിൽവർ സ്പൂൺ എന്നുള്ള ഈ സ്കില്ലിന് 2 പോയിന്റ് ഉണ്ട്. അതിലൊന്ന് ഇമ്മ്യൂണും 2 മൂവ്മെന്റ് സ്പീഡുമാണ്. സോ ഇമ്മ്യൂൺ എന്ന് വെച്ചാൽ ഡിസ്ട്രപ്റ്റീവ് ആയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഫ്രീ ഫയറിൽ ഉണ്ടല്ലോ. ഞാൻ ഓരോ ക്യാരക്ടറെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. റൈദൻ ക്യാരക്ടറിന്റെ ചിലന്തി, ഹോമറിന്റെ ഡ്രോൺ, A124ന്റെ സ്കിൽ ബ്ലോക്ക്, മോക്കോയുടെ മാർക്കിംഗ് സ്കില്ല്, ഷിരോയുടെ മാർക്കിംഗ് സ്കില്ല്, റാഫേലിന്റെ സൈലൻസ് സ്കില്ല്, ഡ്രാഗൺ പെറ്റിന്റെ മാർക്കിംഗ് സ്കില്ല്, ഇതെല്ലാം ജോസഫിന്റെ എബിലിറ്റി തടയും. സത്യം പറഞ്ഞാൽ ഇത് തന്നെ ധാരാളമാണ്. മാത്രമല്ല ഈ സ്കിൽ ആക്റ്റീവായ ഉടനെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ 10% മൂവ്മെന്റ് സ്പീഡ് 5 സെക്കൻഡിന് കൂടുന്നതാണ്. ആസ് എ പാസീവ് ക്യാരക്ടർ ഇത് തന്നെ ധാരാളമാണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂൾ ഡൗൺ സെക്കൻഡ് ആയിട്ട് 45 സെക്കൻഡ് ഉണ്ടെന്നുള്ളൂ. അത് വലിയൊരു കാര്യമൊന്നുമല്ല. സോ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക.